മലയാളത്തിലെ പദശുദ്ധിയാണ് കേട്ടോ. ആദ്യം തെറ്റും അടുത്തത് ശരിയുമാണ് കേട്ടോ. അനന്തിരുവൻ എന്നാണ് ആദ്യം കൊടുത്തത്, അത് തെറ്റാണ്. അനന്തരവൻ എന്നാണ് കേട്ടോ. അനാച്ഛാദനം എന്നുള്ളത് അനാച്ഛാദനം ആണ് കേട്ടോ. അച്ഛൻ്റെ ചായാണ് വേണ്ടത്. പിന്നെ അനാവശ്യം എന്നുള്ളത് തെറ്റാണ്. വിശ്യം എന്നല്ല, വശ്യമാണ് കേട്ടോ. അനാവശ്യം, വശ്യം അനാവശ്യം. ഓക്കെ. അനികൂലൻ എന്നുള്ളത് തെറ്റാണ്, അനുകൂലനാണ് കേട്ടോ. അനിയല്ല അനുകൂലൻ. ഓക്കെ. പിന്നെ അനുരഞ്ജനം എന്നുള്ളത് തെറ്റാണ്, അനുരഞ്ജനം. ആലോചിക്കുക കേട്ടോ, അനുരഞ്ജ്. ഓക്കെ. അനുഷ്ഠാനം എന്നുള്ളത് അനു ആണ് കേട്ടോ, അതും അനുഷ്ഠാനം എന്നുള്ളതാണ് കേട്ടോ. അനുഗൃഹം എന്നുള്ളത് തെറ്റാണ്, അനുഗ്രഹം എന്നാണ് കേട്ടോ. അനുഗ്രഹീതൻ എന്നുള്ളത് തെറ്റാണ്, അനുഗ്രഹീതൻ എന്നാണ് കേട്ടോ. അനുഗ്രഹീതൻ എന്നത് തെറ്റ്, അനുഗ്രഹീതൻ ശരിയായിട്ടുള്ളത്. അനാരതം എന്നുള്ളത് തെറ്റാണ്, അനാരതം തറയുടെ തായാണ് അനാരതം. ഓക്കെ.